ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. ദിനവൃത്താന്ത പുസ്തകം 1-ാം പുസ്തകം അതിൻ്റെ 29-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നവൻ നന്നാ വയസ്സുന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു. ഇതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു തിരുവഴുത്താണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. വചനങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുമ്പോൾ, ഒന്നവൻ നന്നാ വയസ്സ് എന്നവനായി, 2 അവൻ ആയുസ്സുള്ളവനായി, 3 ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു. ഒരാട്ടിടയനായിരിക്കുന്ന ഒരു ദൈവത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതൽ ഈ വചനങ്ങൾ കൊണ്ട് നമുക്ക് പ്രകടമാകും. ദാവീദിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാവരും തള്ളിക്കളഞ്ഞവനായിരിക്കുന്ന ദാവീദ് തന്നെ ഒരിക്കലിങ്ങനെ സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നെങ്കിലും യഹോവ എന്നെ കൈക്കൊള്ളും. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരായി നമുക്കറിയാം. ഓരോ ഭവനങ്ങളിലെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെയൊക്കെ മാതാപിതാക്കൾ കൂടുതൽ സ്നേഹിക്കുന്ന കഴിവും പ്രാപ്തിയും വരുമാന മാർഗങ്ങളും ഒക്കെയുള്ള കുഞ്ഞുങ്ങളോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും മാതാപിതാക്കൾ പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ദാവീദിനെ മാനിച്ച ഒരു ദൈവം ഒരിക്കലും ദാവീദിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരിക്കൽ പോലും അവൻ നന്നാ വയസ്സ് എന്നവനായി മരിക്കുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കാരണം മരണത്തെ മുഖാമുഖം 1000 പ്രാവശ്യം കണ്ട ഒരു മനുഷ്യനാണ്, ദൈവമനുഷ്യനാണ് ദാവീദ്. പക്ഷേ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചിരിക്കുന്നുവെന്ന് പലപ്പോഴും ദാവീദ് പാടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നവന്റെ ആരംഭകാലത്ത് അവന്റെ ജീവിതത്തിന്റെ കൗമാര സമയത്ത് ഒരു ആടുകളുമായി വനാന്തരങ്ങളായിരിക്കുമ്പോൾ പലപ്പോഴും കാട്ടുമൃഗങ്ങളുമായി, കരടിയെ, സിംഹം പോലെയുള്ള ശക്തരായ ശക്തിയുള്ള, അതായത് ഒരിക്കൽ പോലും ഈ മൃഗങ്ങളുമായി ഏറ്റുമുട്ടിയാൽ ഒരു മനുഷ്യനും രക്ഷപ്പെട്ട ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അത് അന്നുമില്ല, ഇന്നുമില്ല. അത്രയ്ക്ക് ക്രൂരതയുള്ള വന്യമൃഗങ്ങളാണ് ഈ കരടി, സിംഹം എന്ന് പറയുന്നത്. പക്ഷേ അവയെപ്പോലും കൊന്നൊടുക്കിയതിന്റെ ആടുകളെ രക്ഷിച്ച ദാവീദ്. അടുത്തത്, അവൻ നാട്ടിലായിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഭരണകാലത്ത്, ശൗലിന്റെ ഭരണകാലത്ത് 1000 പ്രാവശ്യം തന്റെ മരുമകനായിരിക്കുന്ന ദാവീദിനെ കൊല്ലുവാനായി ശൗൽ തുനിഞ്ഞിറങ്ങിയത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നത്തെ ശൗലിനെ ഭയപ്പെട്ട് കൊട്ടാരം വിട്ടിറങ്ങി വനാന്തരങ്ങളിലും ഗുഹകളിലും അവന്റെ ജീവിതമാക്കുമ്പോഴും ഇത് തന്നെ അവന്റെ ജീവിതത്തിന്റെ അനുഭവം. പക്ഷെ ഒരിക്കൽ പോലും അവന്റെ പ്രാണന് ഹാനി വരുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ചിട്ടില്ല. നാബാലിന്റെ ഭാര്യ ഇങ്ങനെ അവനോട് പറയുന്ന ഒരു മാർമികമായ വിഷയമുണ്ട്: നിന്റെ പ്രാണൻ യഹോവ തന്റെ ജീവന്റെ പാണ്ഡത്തിൽ കെട്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ നാമും ചിന്തിച്ചിട്ടുണ്ട്, പലപ്പോഴും ഇപ്പോൾ ഇതോടുകൂടി നമ്മളിവിടെ അവസാനിക്കുകയാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതൊരു വാഹനവുമായി യാത്ര ചെയ്യുമ്പോഴാകാം, അല്ലെങ്കിൽ മറ്റു പല ജീവിതത്തിന്റെ അനുഭവങ്ങളാകാം, രോഗാവസ്ഥയിലാകാം, നമ്മൾ എഴുന്നേൽക്കുകയില്ല. പലരും നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം, ഇനി എഴുന്നേൽക്കുകയില്ല, ഇതോടുകൂടി അവസാനിച്ചു പോകുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അവിടെയെല്ലാം സർവശക്തനായ ദൈവം നമ്മളെ കാത്തു പരിപാലിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. നന്നായി വയസ്സ് ചെയ്യുന്നവൻ ധനവും മാനവും ആയുസ്സും തികഞ്ഞവനുമായി. ഇത് തന്നെയാണ് ഒരു ദൈവം ഇതിന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. അതിന് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം സുഖങ്ങൾ വാ വിളർന്ന് വിഴുങ്ങുവാൻ അടുത്തു വന്നാലും, ഏതെല്ലാം ശക്തികൾ നമുക്കെതിരെ പൊരുതി നിന്നാലും, ദൈവം നമ്മളെ വിട്ടുകൊടുക്കൽ, ദൈവം നമ്മളെ വിളിച്ച തന്റെ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ തികയോളം ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ കാക്കും. യോബിന്റെ ജീവിതം പരിശോധിക്കുക. അവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് പോയി. രോഗം അവനെ എന്നേക്ക് പോയി. ഒന്നുമില്ലാത്ത അവന്റെ ശരീരത്തെയും മനസ്സിനെയും ഒന്നുമില്ലായ്മയിലേക്ക് അവനെ അനുഭവിച്ച രോഗത്തിൽ കൂടി കടന്നു പോകാൻ ഇടയായി. പക്ഷെ ദൈവം അവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വീണ്ടും
ജീവനുള്ള ദേഹിയായി മഹത്വമുള്ളവനായി നിർത്തുവാൻ്റെ കൊണ്ടുകൂടിയായി ദൈവത്തിന്റെ പൈതലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ജീവിതം നയിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം നമ്മുടെ ജീവിതം. പൂർണ്ണമായി നാം അർപ്പണം ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ല സ്വന്തം ബുദ്ധിയിലും വിവേകത്തിലും ഊന്നി പ്ലാനുകൾ പദ്ധതികളൊന്നും ഒരുക്കി പോകുവാനും ദൈവത്തിന് അവകാശമില്ല. ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും ഇത് ചെയ്യുക അത് ചെയ്യുക. ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നിശബ്ദരായി കർത്താവിന്റെ കരങ്ങളിലേക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യുവാൻ്റെ കൊണ്ടുകൂടി നിശബ്ദരായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് ചെയ്യുന്നത് എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായി പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ആയിരിക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുവാനുള്ള വഴി ദൈവം തുറന്നു തരും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം എന്തായിത്തീരും? ദാവീദിനോട് ദൈവം പറഞ്ഞതുപോലെ, ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ നന്നാ വയസ്സ് എന്നവരായി, ധനവും മാനവും ആയുസ്സും തികഞ്ഞവരായി പൂർണ്ണ വാർദ്ധക്യത്തിൽ നമുക്ക് കല്ലറയിൽ കിടക്കുവാൻ കൊണ്ടിടയാകും. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനങ്ങളാണ് നമ്മളെ സഹായിക്കും.